ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് വന്നു. സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു. നമുക്കറിയാം, ഈ റഫേൽ യുദ്ധവിമാനം വാങ്ങുന്നതുമായിട്ട് നിർണായകമായ ഒരു കരാറിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പിടാൻ പോകുന്നു. ഇതുകൂടാതെ ഫ്രാൻസിന്റെ സ്വന്തം എന്ന് പറയുന്ന ഹാമർ മിസൈൽ ഇന്ത്യ ഉണ്ടാക്കുന്നു. ഈ ഫ്രാൻസിൽ തന്നെ നിർമ്മിക്കുന്ന H125 എന്ന് പറയുന്ന എയർബസിന്റെ ഹെലികോപ്റ്റർ, അതിന്റെ പ്രൊഡക്ഷനും ഇന്ത്യയിൽ നടത്താൻ പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആണോ ഇന്ത്യ അവർക്ക്? അതായത് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ മാക്രോൺ വന്നപ്പോൾ പ്രധാനമായിട്ടും ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഈ പ്രതിരോധ കരാറിൽ ആണ് ഹാമർ മിസൈൽ, അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കാര്യമായിട്ട് നമുക്ക് ഗുണമുണ്ടാക്കിയതാണ്. അവരുടെ ആ 11 താവളങ്ങൾ ആക്രമിച്ചില്ലേ, മുരുദ്കെ, ബഗൽപൂർ ഒക്കെ, അതിലൊക്കെ ഹാമർ മിസൈൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഹാമർ മിസൈൽ നിർമ്മിക്കാനുള്ള സംയുക്ത സംരംഭം ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ സംയുക്തമായിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാക്കാൻ പോകുന്നു. മിക്കവാറും പുനെ ആയിരിക്കും അതിൻ്റെ ആസ്ഥാനം. അതിൻ്റെ ബോർഡിൽ 4 അംഗങ്ങളായിരിക്കും, 2 വീതം. അത് ഷെയറൊക്കെ 50-50 ഓഹരി പങ്കാളിത്തത്തോടു കൂടിയാണ്. അപ്പോൾ ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ ഫ്രാൻസ് നിർമ്മിക്കാൻ പോകുന്നു. രണ്ടാമത് മറ്റേ എയർബസിൻ്റെ H125 ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ അത് ഇന്ത്യയിൽ ആയിരിക്കും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. എവറസ്റ്റിൻ്റെ മുകളിൽ പറക്കാൻ കഴിയുന്ന ഏക ഹെലികോപ്റ്ററാണിത് എന്ന് മോദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിജി പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്. അതല്ലാതെ ഈ ഗൽഗോത്തിയ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയെ ഏതോ ഒരു റോബോയെ ചൈനയുടെ റോബോയെ കൊണ്ടുപോയി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഉച്ചകോടിയുടെ അവിടെ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ ഇതിനെ വിമർശിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ചാനലുകളിൽ വരുന്ന മലീമസമായ വാർത്തകൾ. യഥാർത്ഥത്തിൽ നടക്കുന്ന ഇതൊക്കെയാണ്. ഈ ഹാമർ മിസൈൽ ഉണ്ടാക്കാനുള്ള കരാർ ഒപ്പിട്ടു ഇതെവിടെ ചാനലില്. അതെ, അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മൂടി വെക്കുക. H125 ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ കരാർ ഒപ്പിട്ടു ഫ്രാൻസുമായിട്ട്. ഇതെവിടെ? അതൊന്നുമില്ല. മറ്റേ റോബോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ നോക്കുമ്പോ ചാനലില്. അപ്പോൾ ഇതോടുകൂടി ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഈ പങ്കാളിത്തം സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിലുള്ള പ്രത്യേക നിർണായക പങ്കാളിത്തം ആയിട്ട് 2 രാജ്യങ്ങളും കാണുന്നു. അപ്പോൾ പ്രതിരോധം, സാങ്കേതിക വിദ്യ, വാണിജ്യം, നൈപുണ്യം, സ്കിൽ, ആരോഗ്യം, സാംസ്കാരിക രംഗം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ 2 രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിൽ പങ്കാളിത്തം ഉണ്ടാകാൻ പോവുകയാണ്. അതുപോലെ ഈ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 10 വർഷത്തേക്കുള്ള പ്രതിരോധ ഉടമ്പടി അത് പുതുക്കുകയും ചെയ്തു. ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ച നടന്നു. അതിൽ വെച്ച് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രി കാതറിൻ വോട്രിൻ, ഇവര് 2 പേരും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവരാണ് ഈ കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹാമർ എന്നുള്ള ആ ധാരണാപത്രം ഇവിടെ കമ്പനി ഉണ്ടാക്കി ഇവിടെ ഹാമർ മിസൈൽ നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഭാരത് ഇലക്ട്രോണിക്സും ബെൽ, ഈ ഹാമറിൻ്റെ നിർമ്മാതാക്കൾ സഫ്രൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് ഫ്രാൻസിലെ ഈ ബെല്ലും സഫ്രനും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ പട്ടാളത്തിലും ഫ്രഞ്ച് പട്ടാളത്തിലും റെസിപ്രോക്കൽ ഡിപ്ലോയ്മെന്റ് ഓഫീസേഴ്സിനെ ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറെ ഫ്രഞ്ച് ഓഫീസർമാർ ഇവിടെ കരസേന, അവിടെ കരസേനയിൽ കുറെ ഇന്ത്യൻ ഓഫീസർമാർ അങ്ങനെ ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എക്സർസൈസ് ശക്തി എന്ന് പറഞ്ഞിട്ട് 2 രാജ്യങ്ങളും തമ്മിൽ സൈനികാഭ്യാസങ്ങൾ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഇനി എല്ലാ വർഷവും നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ എയർബസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, എയർബസും ടാറ്റയും തമ്മിലാണ് സംയുക്ത സംരംഭം ഹെലികോപ്റ്റർ നിർമ്മാണത്തിനുള്ളത്. അത് കർണാടകയിലാണ് ആ
ഫാക്ടറി വരുന്നത്. H-125 ഹെലികോപ്റ്റർ പണിയാനുള്ളത്. ആ ഫാക്ടറി ഈ ഓൺലൈൻ വെർച്വലായിട്ട് തുറന്നു. 2 നേതാക്കളും തുറന്നു. അതുപോലെ മലയിലും നിലവറയിലും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവറസ്റ്റിന് മുകളിൽ പറക്കാൻ കഴിയുന്ന ഏക ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യും എന്ന് മോദി പറയുകയും ചെയ്തു. 114 റഫാൽ വിമാനങ്ങളുടെ കരാറാണ് ഒറ്റയടിക്ക്. അങ്ങനെ ഒരു കരാർ തന്നെ ആഗോള തലത്തിൽ ആദ്യമായിട്ടാണ്. ആ 114ന്റെ കൂടെ വാർത്തകളിൽ സാധാരണ വരാത്തത് 30 നാവിക റഫാൽ വിമാനങ്ങൾ, മറീൻ റഫേൽ വിമാനങ്ങൾക്ക് കൂടി കരാറുണ്ട് നേവിക്ക് വേണ്ടി. അതുകൂടി അതിന്റെ ഭാഗമാണെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. ഇവിടെ വന്നില്ലെങ്കിലും ഹാമർ എന്ന് പറയുന്നത് ഹൈലി എജൈൽ മോഡുലർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഗ്രൗണ്ട് വെപ്പൺ സിസ്റ്റം. ഇതാണ് ഹാമർ. ആകാശത്ത് നിന്ന് കരയിലേക്ക് അയക്കുന്ന മിസൈൽ ആണിത്. സാധാരണ ബോംബിനെ തന്നെ പരിഷ്കരിച്ച് മാറ്റുന്ന സംവിധാനമാണിത്. ഒരു കിറ്റ് ആണ്, ഒരു മിസൈൽ മാത്രമല്ല, ബോംബിനെ ഹാമർ ആക്കി മാറ്റുന്ന കിറ്റ് ആണിത്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗം ആണ്. ASM എന്ന് പറയുമല്ലോ, സർഫസ് ടു മറ്റേ മിസൈൽ, എയർ ടു സർഫസ് മിസൈൽ, ASM. അപ്പോൾ പ്രിസിഷൻ ഗൈഡഡ്, കൃത്യത ആണ്. പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ് എന്ന് പറഞ്ഞാൽ ഇന്നടത്തേക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന മിസൈലാണ്. ബോംബിനും ക്രൂസ് മിസൈലിനും ഇടയ്ക്ക് നിൽക്കുന്ന, ആ വിടവ് നികത്തുന്ന മിസൈലാണ് ഹാമർ. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളതാണ്. 2013 കമ്പനി ആക്ട് പ്രകാരം പുതിയ കമ്പനി പുനെയിൽ തുറക്കും ഹാമർ ഉണ്ടാക്കാൻ. അതൊരു സെന്റർ ഓഫ് എക്സലൻസ് ആയിരിക്കും. BL-ഉം സാഫ്രനും 50 ഈച്ച് ആയിരിക്കും ഓഹരി. ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 1 ലക്ഷം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 1000 ഷെയർ 100 രൂപയുടെ വെച്ചിട്ട് അത് 10 കോടിയാക്കിയിട്ട് വർദ്ധിപ്പിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 4 അംഗ ബോർഡിൽ 2 വീതം, ഫ്രാൻസിന്റെ 2, ഇന്ത്യയുടെ 2 അംഗങ്ങൾ. ഇതൊരു സിംഗിൾ മിസൈൽ അല്ല ഹാമർ, സാധാരണ മിസൈലുകൾ പോലെ. അതൊരു കിറ്റ് ആണ്. സാധാ ബോംബിന്റെ ഘടകങ്ങളെ സ്മാർട്ട് പ്രിസിഷൻ ഗൈഡ് മിസൈൽ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ്, കിറ്റാണ് ഇത്. 2007 പാരീസ് എയർ ഷോയിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. 2011 ഹാമർ എന്ന് ഇതിൻ്റെ പേര് മാറ്റി. മീഡിയം റേഞ്ച് ആണ്, ഗ്ലൈഡഡ് ബോംബ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. 70 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. 250 കിലോ, 500 കിലോ, 1000 കിലോ ബോംബുകളിൽ ഈ മിസൈൽ ഘടിപ്പിക്കാൻ പറ്റും. ഹാമർ മിസൈൽ അങ്ങനെ ബോംബ് ഇടാനും പറ്റും. അത് അപ്പോൾ വലിയൊരു കാൽവയ്പ്, കുതിച്ചു ചാട്ടം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. മാത്രമല്ല ഹെലികോപ്റ്റർ ഇവിടെ നിർമ്മിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നതാണ്, നമ്മൾ സ്റ്റെൽത്ത് വിമാനം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു സ്വന്തമായിട്ട്. നമ്മൾ 2 കൺസോർഷ്യം, പിന്നെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഒറ്റ കമ്പനി, അങ്ങനെ 3 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ. 2035 ആവുമ്പോൾ ഇത് എയർഫോഴ്സിൽ ഉണ്ടാവും. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്റ്റെൽത്ത് വിമാനം, F-35, F-22 ഒക്കെ പോലെ 5th ജനറേഷൻ യുദ്ധവിമാനങ്ങളിലേക്ക് നമ്മളും അതെ, 5ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇങ്ങനെ ഇന്ത്യ ഒരു വൻശക്തിയായി ആയുധ വിപണിയിലുമൊക്കെ കുതിച്ചു ചാട്ടം നടത്തുന്നത് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് പകരമാണ് ഒരു റോബോ ഇല്ലേ, അതെ, ചൈനയിൽ നിന്ന് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കുതിച്ചു ചാട്ടത്തിന്റെ കഥകളെ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.